സോഷ്യൽ മീഡിയയിലും നമ്മുടെ ചില മാധ്യമങ്ങളിലൂടെയും കാനഡ ഇമിഗ്രേഷനെ പറ്റിയുള്ള വളരെ നെഗറ്റീവായ വാർത്തകളാണ്. കാനഡ അവസാനിച്ചു, മലയാളികളെ സാധ്യതകൾ കുറഞ്ഞു, ഇനി മലയാളി കാനഡയിലേക്കില്ല, ഗുഡ് ബൈ കാനഡ, ഞങ്ങളിനി തിരിച്ചു വരുന്നു എന്നുള്ള വ്ളോഗേഴ്സ് കുറേയൊക്കെ കാനഡയിൽ നിന്ന് ഇങ്ങനെ പറയുന്നു. നമ്മുടെ ടി വി അല്ലെങ്കിൽ ചില മാധ്യമങ്ങളിലൂടെയും നമ്മൾ ന്യൂസ് ചാനലിലൂടെയൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുന്നു. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? ഇതിനെപ്പറ്റിയുള്ള ഈ ഇൻഫർമേഷൻസ് ഒക്കെ വളരെ കൃത്യമാണോ? ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുള്ള മാധ്യമങ്ങളിലൂടെയും പ്രചരിക്കുന്നതെന്നൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും, സീരിയസ് ആയി കാനഡയിൽ കുടിയേറാൻ ആഗ്രഹിച്ച് അതിൻ്റെ പ്രോസസ്സിലൂടെ കടന്നു പോകുന്നവർക്കും, സ്റ്റഡി വിസയിൽ കാനഡയിൽ എത്താൻ വേണ്ടി ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് യൂണിവേഴ്സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷൻ ചൂസ് ചെയ്യുന്നവർക്കൊക്കെ അല്ലെങ്കിൽ അവരുടെ പേരൻസിനൊക്കെ ധാരാളം ആശങ്കകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ളൊരു എപ്പിസോഡ്, സ്പെഷ്യൽ എപ്പിസോഡ് ഏഷ്യനെറ്റിൽ നമ്മൾ ഈ ആഴ്ച ചെയ്യുന്നുണ്ട്. കാണാൻ മറക്കണ്ട. പറക്കാം സ്വപ്ന രാജ്യത്തേക്ക് നമ്മുടെ ഏഷ്യനെറ്റിൽ എല്ലാ ശനിയാഴ്ചയും 6 മുതൽ 7 മണി വരെ കാണാൻ മറക്കണ്ട. ആംസ്റ്റർ ഇമിഗ്രേഷൻ നിങ്ങൾക്കായി ഒരുക്കുന്നു പറക്കാം സ്വപ്ന രാജ്യത്ത്, അതും നമ്മുടെ സ്വന്തം ഏഷ്യനെറ്റിൽ എല്ലാ ശനിയാഴ്ചയും രാവിലെ 6 മുതൽ 7 മണി വരെ. മറക്കാതെ കാണാം. പറക്കാം സ്വപ്ന രാജ്യത്തേക്ക്.